ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 11 ചാപ്റ്റർ 7 ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്വിലിബ്രിയം ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ടൈം ഇല്ലാത്തതിൻ്റെയാണ് മെയിൻ പ്രശ്നം. ഓക്കെ, അപ്പോൾ സോറി, ഇത്ര ലേറ്റ് ആയിട്ടാണ് ഇട്ടത്, എക്സ്ക്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7 ഇക്വിലിബ്രിയത്തിനെ കുറിച്ചിട്ടാണ്. ആദ്യം റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അപ്പോൾ എന്താണ് റിവേഴ്സിബിൾ എന്നും എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നും നോക്കാം. എ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഇസ് കോൾഡ് ആൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് ഇറിവേഴ്സിബിൾ റിയാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇറിവേഴ്സിബിൾ റിയാക്ഷനിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിയാക്ഷനാണ് എന്ത് പറയുക, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ റിയാക്ഷൻ ബിറ്റ്വീൻ NaOH ആൻഡ് HCl. NaOHൻ്റെയും HClൻ്റെയും റിയാക്ഷൻ നമുക്ക് നോക്കാം. അതിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷനാണോ നടക്കണേ, ഇറിവേഴ്സിബിൾ ആണോ നടക്കണേന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ NaOH എന്ന് പറഞ്ഞാൽ എന്താ, ബേസ്. HCl എന്ന് പറഞ്ഞാൽ എന്താ, ആസിഡ് അല്ലേ. അപ്പോൾ ആസിഡും ബേസും കൂടി എന്താ ഉണ്ടാവുക, സോൾട്ടും വാട്ടറും കിട്ടും അല്ലേ. NaCl എന്ന് പറഞ്ഞാൽ സോൾട്ടും H2O എന്ന് പറഞ്ഞാൽ വാട്ടറും കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. കാരണം എന്താ, ഈ NaCl നിന്നും H2O നമുക്ക് NaOHും HClഉം തിരിച്ച് കിട്ടുമോ, ഇല്ല. വൺസ് NaOHും HClഉം കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് NaClഉം H2Oയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ NaClഉം H2ഉം കൂടി ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ സോൾട്ട് വാട്ടർ ആവും നമുക്ക് കിട്ടുക. ആ സോൾട്ട് വാട്ടറിൽ നിന്ന് എന്തായാലും നമുക്ക് ഈ ആസിഡോ ഈ ബേസോ കിട്ടില്ല അല്ലേ. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് NaOHും HClഉം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് NaClഉം H2Oയും കിട്ടണം. അത് മാത്രമേ നടക്കുള്ളൂ. അല്ലാണ്ട് തിരിച്ച് NaCl നിന്നും വെള്ളവും കൂടി ഒരുമിപ്പിച്ച് നമുക്ക് NaOHും HClഉം കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായി നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആർ ദോസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലേക്കും കൂടി നടക്കുന്ന റിയാക്ഷനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുക. ഇറിവേഴ്സിബിളിൻ്റെ ഓപ്പോസിറ്റ്. ഹിയർ ദ റിയാക്റ്റൻസ് കമ്പൈൻ ടു ഫോം പ്രോഡക്ട്സ് ആൻഡ് ദ പ്രോഡക്ട്സ് കമ്പൈൻ ടു ഫോം റിയാക്റ്റൻസ്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് ഒന്നിച്ചു കൂടി പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, ആ പ്രോഡക്റ്റ് വീണ്ടും കമ്പൈൻ ചെയ്ത് റിയാക്റ്റൻ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് അമോണിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ എക്സാമ്പിളായിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമോണിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണം, നൈട്രജനും ഹൈഡ്രജനും വേണം അല്ലേ. അപ്പോൾ N2 + 3H2 ഗിവിങ് 2NH3. ഇവിടുത്തെ ഈ ഒരു സിമ്പിൾ കണ്ടു, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് കാണിക്കുന്ന ഒരു സിമ്പിളാണ്. ഓക്കെ, അതായത് ഈ N2 + H2 നൈട്രജനെയും ഹൈഡ്രജൻ ഗ്യാസിനെയും കൂടി ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമോണിയം കിട്ടും. അമോണിയ ഗ്യാസിൽ നിന്ന് നമുക്ക് തിരിച്ച് നൈട്രജനും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സിമ്പിൾ ഉദ്ദേശിക്കുന്നത്. ഈ റിയാക്റ്റൻറ്റിനെ പ്രോഡക്റ്റും ആക്കാം, തിരിച്ച് ആ പ്രോഡക്റ്റിൽ നിന്ന് റിയാക്റ്റൻസും നമുക്ക് ലഭിക്കും എന്നാണ് ഈ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻസ് എടുത്ത് നോക്കിയാലും ഈ ഒരു സിമ്പിൾ അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ആരോനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടി നമുക്ക് അമോണിയ കിട്ടണം അല്ലേ, അത് നമുക്കറിയാം. തിരിച്ച് ഈ അമോണിയയിൽ നിന്ന് നമുക്ക് നൈട്രജനും ഹൈഡ്രജനും കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റിയാക്ഷനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. രണ്ട് ഡയറക്ഷനിലേക്ക് നടക്കുക, റിയാക്ടൻ്റിൽ നിന്ന് പ്രോഡക്റ്റും ആവുക, പ്രോഡക്റ്റിൽ നിന്ന് റിയാക്ടൻ്റും ആവുക, അതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്ന റിയാക്ഷൻ, റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും കൂടി നടക്കുന്ന റിയാക്ഷൻസ്. The process by which reactants are converted to product is called forward reaction. അതായത് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുമ്പോൾ ആ പ്രോസസ്സിനെയാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുക. കാരണം ഫോർവേഡായിട്ടല്ലേ പോണേ, റിയാക്റ്റൻ്റ് ലെഫ്റ്റിലിരിക്കുന്നു, റൈറ്റിലേക്ക് അത് മൂവ് ചെയ്യുമ്പോൾ, അതായത് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ അതൊരു ഫോർവേഡ് റിയാക്ഷനായിട്ടാണ് നമ്മൾ പറയാം. ഇനി ദ പ്രോസസ് ബൈ വിച്ച് പ്രോഡക്ട്സ് റീകമ്പൈൻ ടു ഫോം റിയാക്റ്റൻ്റ് ഇസ് കോൾഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് ഈ പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ ഒരു കേസിൽ ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഒന്നിലധികം ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം കൂടി റീകമ്പൈൻ ചെയ്ത് റിയാക്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് തിരിച്ച് ബാക്കിലേക്ക് പോവുകയാണ്, പൂർവ്വസ്ഥിതിയിലേക്ക് പോവുകയാണ്, പൂർവ്വാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു റിയാക്ഷനെയാണ് എന്താ പറയുക, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ റിയാക്റ്റൻസ് കൂടി കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഫോർവേഡ് റിയാക്ഷൻ എന്നും, പ്രോഡക്ട്സ് കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് തിരിച്ച് റിയാക്റ്റൻസ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നുമാണ് പറയുക. ഓക്കെ,
After some times, the rate of forward reaction become equal to the rate of backward reaction and the reaction attains equilibrium. അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ട പോലെ റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് ഇത് നടക്കുക. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നമുക്ക് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് കിട്ടി അല്ലേ? പ്രോഡക്റ്റ് കമ്പൈൻ ചെയ്ത് റിയാക്ടൻ്റ് ആണ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോർവേഡ് റിയാക്ഷൻസും ബാക്ക്വേർഡ് റിയാക്ഷൻസും നടന്നു കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന ഒരു ടൈം ഉണ്ടാവും. ആ ഒരു സമയത്ത് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലെത്തി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദി റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആർ ഈക്വൽ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ആ ഒരു സ്റ്റേറ്റിൽ എന്തുണ്ടാവും? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുക? ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം ഇസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? മൂവിങ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അതായത് അറ്റ് ഇക്വിലിബ്രിയം ദ റിയാക്ഷൻ ഡസ് നോട്ട് സ്റ്റോപ്പ്. ആ റിയാക്ഷൻ നിൽക്കില്ല. അതായത് ഇപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്. ഞാൻ ഈ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. നൈട്രജനും ഹൈഡ്രജനും കൂടി അമോണിയ ഉണ്ടാവുന്നു അല്ല, റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടി അമോണിയ ആവുന്നു. അപ്പോൾ അതിൽ നിന്ന് റിയാക്ടൻസ് പ്രോഡക്റ്റ് ആവുന്നു. എന്നിട്ട് പ്രോഡക്റ്റ് പിന്നെ റിയാക്ടൻസായി കൺവേർട്ട് ചെയ്ത് പിന്നെ ഇവരുടെ ആ ഒരു റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വലായി മാറും. അപ്പോൾ ആ ഈക്വൽ ആവുന്നവരെ ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല. അതായത് റിയാക്ടൻസ് പ്രോഡക്റ്റ്സ് ആവണു, പിന്നെ പ്രോഡക്ട്സ് റിയാക്ടൻസ് ആവണു, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് അവർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്, അവരുടെ റേറ്റ് എല്ലാം ഈക്വൽ ആവണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ഇസ് ഡൈനാമിക് നേച്ചർ എന്ന് പറയാൻ കാരണം അതാണ്. ദ റിയാക്ടൻറ്റ് മോളിക്യൂൾസ് കൊളൈഡ് ടു ഫോം പ്രോഡക്ട്സ് ആൻഡ് ദ പ്രോഡക്റ്റ് മോളിക്യൂൾസ് കൊളൈഡ് ടു ഫോം ദ റിയാക്ടൻസ് ആൻഡ് ദ റേറ്റ് ഓഫ് ദീസ് റിയാക്ഷൻസ് ആർ ഈക്വൽ. ഓക്കെ, മനസ്സിലായോ? ഇക്വിലിബ്രിയം എത്താൻ വേണ്ടിയിട്ട് റിയാക്ടൻറ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ആവണു, പ്രോഡക്റ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്ത് റിയാക്ടൻ്റ് ആവണു, എന്നിട്ട് ലാസ്റ്റ് അവരുടെ റേറ്റ് ഈക്വൽ ആവുമ്പോഴാണ് അവർ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള 2 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയമാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം നോക്കാം. ഇക്വിലിബ്രിയം ഇൻവോൾവിങ് ഫിസിക്കൽ പ്രോസസ്സ് ഇസ് കോൾഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് ഫിസിക്കൽ പ്രോസസ്സ് ഇൻവോൾവ് ആവുന്ന ഇക്വിലിബ്രിയത്തിനെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവാപറേഷൻ ഓഫ് വാട്ടർ, ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഓർ ഗ്യാസ് ഇൻ ലിക്വിഡ്, സബ്ലിമേഷൻ എക്സെട്ര. അതായത് ഐസ് മെൽറ്റ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. സോളിഡും ഗ്യാസൊക്കെ ലിക്വിഡിൽ ഡിസോൾവ് ആവുന്ന പ്രോസസ്സും ഫിസിക്കലാണ്. സബ്ലിമേഷൻ, അതായത് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതും ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഇതിലൊക്കെ ഇക്വിലിബ്രിയം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വെൻ ഐസ് ആൻഡ് വാട്ടർ ആർ കെപ്റ്റ് ഇൻ എ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് തെർമോ ഫ്ലാസ്ക് at Kelvin and 1 atm pressure, there exists an equilibrium between ice and water. അതായത് ഐസും വാട്ടറും നമ്മളൊരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള തെർമോ ഫ്ലാസ്കിൽ വെച്ചിരിക്കുകയാണ്. എങ്ങനെ പോയാലും അവരിൽ നിന്ന് എന്താണ് വാട്ടർ ഇപ്പോൾ ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയോ അങ്ങനെയൊന്നുമില്ല. എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ തെർമോ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. ഒന്നും പുറത്തേക്ക് പോവില്ല. ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ഓർ മാസ്. അപ്പോൾ ഇതിനെ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ട്, പ്രഷറിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് തെർമോ ഫ്ലാസ്കിലാണ് എന്താണ് വെച്ചിരുന്നത്? ഐസും വാട്ടറാണ് വെച്ചിരുന്നത്. അപ്പോൾ ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഐസ് ആൻഡ് വാട്ടർ. കാരണം എന്താ, ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമാവണു, വെള്ളം പിന്നീട് ഐസ് ആവണു, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാസ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാസും ഐസിൻ്റെ മാസും വാട്ടറിൻ്റെ മാസിലും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഇക്വിലിബ്രിയം സ്റ്റേജിൽ ഒരു ഐസിൻ്റെ മാസിനോ വാട്ടറിൻ്റെ മാസിനോ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാൻ കാരണം. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോസസ്സുകളാണ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ, ഇതൊക്കെ പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഐസും വാട്ടറും കൺവേർട്ട് ആവുന്ന ഒരു പ്രോസസ്സ്, അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് തെർമോ ഫ്ലാസ്ക് അറ്റ് ദിസ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻസിലൊക്കെ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള തെർമോ ഫ്ലാസ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഐസും വാട്ടറും തമ്മിലുള്ള ഫിസിക്കൽ പ്രോസസ്സ്
ഫിസിക്കൽ ഇക്വിലിബ്രിയം പ്രോസസ്സായി മാറും അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഐസിൻ്റെ മാസിനോ വാട്ടറിൻ്റെ മാസിനോ ഒരു വ്യത്യാസം വരില്ല. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾസ് ഫ്രം ഐസ് ടു വാട്ടർ ആൻഡ് ദ റിവേഴ്സ് ആർ ഈക്വൽ. അതായത് ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമാവും, കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം തിരിച്ച് ഐസാവണു, പിന്നെ അങ്ങനെ അവരുടെ റേറ്റ് ഈക്വലായി മാറി അവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. ഇനി അടുത്ത് കെമിക്കൽ ഇക്വിലിബ്രിയം. The equilibrium associated with chemical reactions is called chemical equilibrium. Chemical reactions involve ചെയ്തിട്ടുള്ള ഇക്വിലിബ്രിയത്തിനെയാണ് എന്ത് പറയുക, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. അറ്റ് ഇക്വിലിബ്രിയം ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ കോൺസ്റ്റൻറ്റ്. അതായത് ഇക്വിലിബ്രിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ടൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ കൺസിഡർ എ ഹൈപ്പോതെറ്റിക്കൽ റിയാക്ഷൻ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ A+B ഗിവിങ് C+D. ഇതിൽ ഈ സിമ്പിൾ ഓർത്ത് വയ്ക്കുക. ദിസ് ഡിനോട്ട്സ് എൻ ഇക്വിലിബ്രിയം റിയാക്ഷനാണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്നാണ് ഈ ഒരു സിമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ്, റിയാക്ഷൻ നടക്കുന്നതോറും, അതായത് റിയാക്ടൻസ് കൂടിയിട്ട് പ്രോഡക്റ്റ്സ് ആവുന്ന തോറും, അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസ് ആൻഡ് ദാറ്റ് ഓഫ് ദ പ്രോഡക്ട്സ് ഇൻക്രീസ്. അപ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും തോറും ഈ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. കാരണം എന്താണ്, നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന റിയാക്ടൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടി അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സാണെന്ന് വിചാരിക്കുക, ഹേബർ പ്രോസസ്സ്. അപ്പോൾ അതിൽ നൈട്രജനും ഹൈഡ്രജനാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക അല്ലേ, അത് നല്ലൊരു ലാർജ് എമൗണ്ടിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ കമ്പൈൻ ചെയ്യിപ്പിച്ച് നമ്മൾ അമോണിയ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാവും തോറും നൈട്രജനും ഹൈഡ്രജനും കുറഞ്ഞു വരില്ല ചെയ്യണേ. നൈട്രജനും ഹൈഡ്രജനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അമോണിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അമോണിയ ഉണ്ടാക്കും തോറും നൈട്രജൻ്റെ ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞു വരില്ല ചെയ്യണേ, അവരുടെ എമൗണ്ട് കുറയാണ്. ഇത് ഫോം ചെയ്യുമ്പോൾ, ഇത് വേറെ പ്രോഡക്റ്റായി മാറുമ്പോൾ അവരുടെ എമൗണ്ട് കുറയും. അറ്റ് ദ സെയിം ടൈം അമോണിയയുടെ എമൗണ്ട് കൂടും അല്ലേ, ഉണ്ടാവുന്ന അമോണിയയുടെ എണ്ണം കൂടും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും തോറും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, അറ്റ് ദ സെയിം ടൈം പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. സോ ആഫ്റ്റർ സം ടൈംസ് ദ ടു റിയാക്ഷൻസ് ഒക്കർ അറ്റ് ദി സെയിം റേറ്റ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് റിയാക്ഷനും, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ രണ്ട് റിയാക്ഷനും സെയിം റേറ്റിൽ തന്നെ പോകുന്നുണ്ടാവും, ആൻഡ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇസ് റീച്ച്ഡ്. അപ്പോൾ അങ്ങനെ അവർക്കൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരേ റേറ്റിൽ പോകുമ്പോൾ. ദിസ് ക്യാൻ ബി ഇലിസ്ട്രേറ്റഡ് ബൈ ദി ഫോളോയിങ് ഗ്രാഫ്. അതായത് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഞാനിത് പറഞ്ഞുതരാം. ഇതിപ്പോൾ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നതാണ് എയോ അല്ലെങ്കിൽ ബിയോ, ഏതെങ്കിലും ഒരെണ്ണം മതി, ഏതെങ്കിലും ഒരു റിയാക്ടൻറ്റിനെ വെച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ എ ആവാം അല്ലെങ്കിൽ ബി ആവാം. ഓക്കെ, അപ്പോൾ എയും ബി ആണ് റിയാക്ടൻസ്, അവരുടെ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ റെഡ് ലൈൻ. ആൻഡ് സിയും ഡി ആണ് പ്രോഡക്ട്സ്, അപ്പോൾ അവരുടെ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ബ്ലൂ ലൈൻ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആദ്യം നമുക്ക് റിയാക്ടൻസ് ആണ് കൂടുതലുണ്ടാവുക അല്ലേ. റിയാക്ടൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് പ്രോഡക്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അമോണിയയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും നമുക്ക് കൂടുതൽ അളവിലാണുള്ളത്. അപ്പോൾ ആദ്യം അത് കൂടുതലായിരിക്കും, പിന്നീട് അത് കുറഞ്ഞ് പിന്നെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തും. എന്നാൽ അറ്റ് ദ സെയിം ടൈം പ്രോഡക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് സി ഓർ ഡി ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറവും പിന്നീട് കൂടി അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്ക് എത്തുകയാണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാണെങ്കിൽ, നമുക്ക് ആദ്യം പ്രോഡക്റ്റ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ആദ്യം റിയാക്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിലെ കേസിൽ എയും ബിയും ഉണ്ട്. എയും ബിയും ആദ്യം നമുക്ക് നല്ല എമൗണ്ടിലുണ്ട്, പിന്നെ അവരെ കമ്പൈൻ ചെയ്യിപ്പിക്കുകയാണ്. കമ്പൈൻ ചെയ്യിപ്പിച്ച് നമ്മൾ പ്രോഡക്ട്സ് ഫോം ചെയ്യണു. അപ്പോൾ കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഇവർ കുറഞ്ഞു തുടങ്ങുകയാണ് അല്ലേ. ഇവരെ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, റിയാക്ടൻസ് സൈഡിൽ അവരുടെ അളവ്, അവരുടെ എമൗണ്ട്, കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ് അല്ലേ. അവരെ ഒരുമിപ്പിച്ചിട്ടാണ്, റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ് അല്ലേ. ആസ് എ ടൈം ഗോസ് ദെയർ കോൺസെൻട്രേഷൻ ഡിക്രീസസ്. ഓക്കെ, ഇനി ഞാൻ ഇക്വിലിബ്രിയത്തിന് എത്താനായിട്ട് മുമ്പ് വരെയുള്ള സിറ്റുവേഷനാണ് പറയുന്നത് കേട്ടോ. ഇക്വിലിബ്രിയത്തിന് എത്താനായിട്ട് മുമ്പ് എത്തിയിട്ടില്ല, എത്താനായിട്ട് മുമ്പ് വരെ. അപ്പോൾ ഇതാണ് റിയാക്ടൻറ്റിൽ ഇക്വിലിബ്രിയത്തിന് എത്തുന്നതിനെക്കാട്ടും മുമ്പ് സംഭവിക്കണം. ഇനി പ്രോഡക്റ്റിൽ അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ ഒരുമിച്ചാണ് നടക്കുക, കാരണം റിയാക്ടൻ്റ് ഉണ്ടായി പ്രോഡക്റ്റ് വരുന്നു അല്ലേ. റിയാക്ടൻ്റ് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ റിയാക്ടൻ്റൊക്കെ ആദ്യം അളവ് കൂടുതലാണ്, പിന്നെ അത് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ്സ് ഫോം ചെയ്യുന്നു. ഇക്വിലിബ്രിയം ഇപ്പോൾ എത്തിയിട്ടില്ല വിചാരിക്കുക.
ഇനി ഇതേ സമയത്ത് തന്നെ നമുക്ക് റിയാക്ടൻ്റ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ പ്രോഡക്റ്റ് ആദ്യം ഉണ്ടാവുന്നില്ല. ആദ്യം നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നില്ല, റിയാക്ടൻ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് അല്ലേ. ആദ്യം നമ്മൾ എയും ബിയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കയ്യിൽ, പിന്നെ അവരെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് സിയും ഡി ഒക്കെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എയും ബിൻ്റെ അളവാണ് കൂടുതൽ. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ സിയും ഡിയും ഒന്നും ഇല്ല, കണ്ടോ, സീറോയിലാണ് നിൽക്കണത്, ഒറിജിനലാണ് നിൽക്കണത്. പിന്നീട് എയും ബിയും റിയാക്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ സിൻ്റെയും ഡീൻ്റെ ഒക്കെ അളവ് കൂടി വരികയാണ്. എത്രത്തോളം റിയാക്ടൻസ് കൂടി കമ്പൈൻ ചെയ്യിപ്പിക്കണം അത്രത്തോളം പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടി വരികയാണ്, കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. കണ്ടോ, കോൺസെൻട്രേഷൻ ലെവൽ ആസ് ദ ടൈം ഗോസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ആസ് കമ്പയർ ടു ദാറ്റ് ഓഫ് എ ഓർ ബി. റിയാക്ടൻറ്റിനെ കമ്പയർ ചെയ്ത് പ്രോഡക്റ്റിൻ്റെ ഗ്രാഫാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുകയാണ്. ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ എന്താ ഉണ്ടാവണേ, ഈ റിയാക്ടൻ്റ് ആയാലും പ്രോഡക്റ്റ് ആയാലും ഒരേ റേറ്റിൽ പോവുകയാണ്. കണ്ടോ, ഇക്വിലിബ്രിയത്തിന് ശേഷം അവർ ഒരേ റേറ്റിൽ തന്നെയാണ് പോകുന്നത്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടാണ് പോണത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ഇക്വിലിബ്രിയം ഇസ് അറ്റൈൻഡ്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ what happens is that the concentration of reactants and products become constant. കണ്ടോ, റിയാക്ടൻറ്റിൻ്റെ ആയാലും പ്രോഡക്റ്റിൻ്റെ ആയാലും കോൺസെൻട്രേഷൻ, ഇത് കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫാണ് കേട്ടോ. അപ്പോൾ റിയാക്ടൻറ്റിൻ്റെ ആയാലും പ്രോഡക്റ്റിൻ്റെ ആയാലും കോൺസെൻട്രേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ RF ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ RB. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റിയാക്ടൻസ് കൂടി പ്രോഡക്റ്റ് ഉണ്ടാവണു, ഈ റെഡ് ലൈൻ, അതിൻ്റെ റേറ്റും പിന്നെ പ്രോഡക്റ്റ് കൂടി റിയാക്ടൻസ് ആയിട്ട് തിരിച്ച് തരുമ്പോൾ അതിനെയാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുക. ആ ഒരു റേറ്റും ഈക്വലായി മാറും. അതാണ് ഇക്വിലിബ്രിയത്തിൽ സംഭവിക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ദ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെയും കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെയും ലോനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ദ ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ഗിൽബർഗ് ആൻഡ് വേജും ഗിൽബർഗും കൂടിയിട്ടാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് ദി റിയാക്ടൻസ് in which each concentration term is raised to a power which is equal to the stoichiometric coefficients in the balanced chemical equation has a constant value. ഇങ്ങനെ ഇപ്പോൾ ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മുറിച്ച് വായിച്ചു നോക്കാം. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ, ആദ്യം തന്നെ ഒരു കണ്ടീഷൻ തന്നിരിക്കുകയാണ്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ the product of concentration of products to that of reactants എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു കെമിക്കൽ റിയാക്ഷനിൽ പ്രോഡക്ട്സ് ഉണ്ടാവും, റിയാക്ടൻസ് ഉണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഡിനോട്ട് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അല്ലേ. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ പ്രോഡക്റ്റ് എന്നുവെച്ചാൽ ഇപ്പോൾ നമുക്ക് നേരത്തെ നോക്കിയ ഒരു എക്സാമ്പിളാണെങ്കിൽ A+B ഗിവിങ് C+D, ഈ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കുക. അപ്പോൾ ഇതിൽ എയും ബിയും കൂടിയിട്ട് സിയും ഡിയും തരാണ്. അപ്പോൾ ഇതിൽ പ്രോഡക്റ്റ് ആരാ, സിയും ഡിയും അല്ലേ. അപ്പോൾ ഈ സീൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ഡിൻ്റെ കോൺസെൻട്രേഷൻ, അതിനെയാണ് അവരെന്ത് പറയണത്, പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ സിയും ഡി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, അവർ കോൺസെൻട്രേഷൻ എടുക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി, പിന്നെ എന്താ പറയണേ, ടു ദാറ്റ് ഓഫ് ദ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ എയും ബി ആണ് റിയാക്ടൻസ് അല്ലേ. അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് എ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ബി. ഇത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ്റ് എന്നാണ് വരിക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. അതാണ് എന്ത് പറയുന്നത്, ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം നോക്കാം. ഇൻ വിച്ച് each concentration term is raised to a power which is equal to the stoichiometric coefficients in the balanced chemical equation എന്ന് പറഞ്ഞാൽ
ഈ ഒരു ഇക്വേഷനിൽ 1 മോളാണ് എല്ലാത്തിനും. അതുകൊണ്ടാണ് നമുക്കിവിടെ നമ്പേഴ്സ് ഒന്നും കാണാത്തത് ഒരു ഫ്രണ്ടിൽ. ഇപ്പോൾ ഇത് 2a + 3b ഗിവിങ് 6c + 1d അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സീൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു ദാറ്റ് പവർ, ആ പവർ എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം ഇസ് റേസ് ടു എ പവർ. ഓരോ കോൺസെൻട്രേഷൻ ടേമിനും റേസ് ടു ഒരു പവർ കൊടുക്കും. ആ പവർ എത്രയാവണം എന്ന് എങ്ങനെ നമ്മൾ തീരുമാനിക്കുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ദി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഇൻ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കി കഴിഞ്ഞാലേ നമുക്കങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ബാലൻസ്ഡ് ആക്കിയതിന് ശേഷം ഇവർക്ക് നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ പോലെ എല്ലാം 1 ആവണമെന്നില്ല. 1 ആവണ കണ്ടീഷൻസ് ഉണ്ട്, 1 ആവാത്ത കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 6 ആണെന്ന് വിചാരിക്കുക, 6 ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനതൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ 6 ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 1 മോൾ ഓഫ് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് സി റേസ് ടു 6 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ഡി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്നുള്ള പോലെ തന്നെ ഡിവൈഡഡ് ബൈ 2 മോൾസ് ഓഫ് എയും 3 മോൾസ് ഓഫ് ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 3. അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക് ഞാൻ അടുത്ത സ്ലൈഡിലേക്കൊക്കെ പോകുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം, ഓരോ കോൺസെൻട്രേഷൻ ടേമിനെയും ഒരു പവറിലേക്ക് റേസ് ടു കൊടുക്കും. ആ കോൺസെൻട്രേഷൻ ടേം റേസ് ടു ഒരു പവർ. ആ പവർ ഏതാണെന്ന് നിശ്ചയിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ ഓരോ കോൺസെൻട്രേഷൻ ടേമിൻ്റെയും ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ചെയ്തിരുന്ന കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു 6 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു 1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഇപ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് റിയാക്ടൻസ് ഇൻ വിച്ച് each concentration term is raised to a power that is equal to the stoichiometric coefficient in the balanced chemical equation has a constant value. ഇതാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെയൊക്കെ ലോ. ഓക്കെ, ഇനി നമ്മൾ അതിന് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾസ് എടുത്തേക്കാണ്. അതായത് ഫോർ എ ജനറൽ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു ജനറൽ ആയിട്ടുള്ള റിവേഴ്സിബിൾ റിയാക്ഷനാണ് നമ്മൾ എടുക്കണേന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി ഇറിവേഴ്സിബിളിൻ്റെ കാര്യം നമ്മൾ പറയണില്ല കേട്ടോ, റിവേഴ്സിബിളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, റിവേഴ്സിബിളാണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്തു. a + b ഗിവിങ് c + d റിവേഴ്സിബിളാണ്. തിരിച്ചും അങ്ങനെ a + d c + d എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ഇക്വിലിബ്രിയം ലോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇതിനെയാണ് ഇക്വിലിബ്രിയം ലോ എന്ന് വിളിക്കുക. അപ്പോൾ ഇക്വിലിബ്രിയം ലോ പ്രകാരം അവരെന്താ പറഞ്ഞിരുന്നത്? പ്രോഡക്റ്റ് ഓഫ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ പ്രോഡക്ട്സ് വരുന്നത് സിയും ഡി ആണ്. അവരുടെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ടു ദാറ്റ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ ടു ദാറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും കോൺസെൻട്രേഷൻ എടുത്ത് പറയാണ്ട് ടു ദാറ്റ് ഓഫ് എന്ന് പറഞ്ഞൊക്കെയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ, അതായത് ടു ദാറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്നല്ല. അപ്പം ഇവിടെ റിയാക്ടൻസ് ആയിട്ട് വരുന്നത് എയും ബിയും ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഡിനോട്ട് ചെയ്യണത് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു മൊത്തം ടേം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു കെ സി. ആ കെ സി എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിന് എന്താ വിളിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഫോർ എ ജനറൽ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് മോൾസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റിയാക്ഷൻ, ആ നമ്പർ ഓഫ് മോൾസിനെയാണ് സ്മോൾ ലെറ്റർ ABCD ഡിനോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ a + b ഗിവിങ് c + d റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കെ സി എങ്ങനെ എഴുതുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ എഴുതുക? കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ലോയിൽ.
the product of concentration of products to that of reactants, in which each concentration term is raised to a power which is equal to stoichiometric coefficient in the balanced chemical equation. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവർക്ക് ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്പർ ഓഫ് മോൾസൊക്കെ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ റേസ് ടു ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് ടേം ആയിട്ട് കൊടുക്കും. അതായത് നമുക്ക് ഉണ്ടാകുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും അതായത് നമ്പർ ഓഫ് മോൾസിനെ ഈ കോൺസെൻട്രേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റേസ് ടു ദാറ്റ് പവർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇപ്പോൾ എയിൻ്റെ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ. പിന്നെ ബിൻ്റെ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. സിൻ്റെ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ്. കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി. ഡീൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ഡി ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി. അപ്പോൾ ഇങ്ങനെയാണ് കേസ് ചെയ്ത് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ആണെന്ന് മറക്കരുത്, തിരിച്ചെഴുതരുത്. തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇതും റിവേഴ്സ് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാൻ വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചെഴുതാൻ പാടില്ല. കെ സി ആണ് ചോദിച്ചതാണ്. റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദിസ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി ഈക്വൽ ടു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ റേസ് ടു ദാറ്റ് പവർ ഓഫ് ദർ നമ്പർ ഓഫ് മോൾസ് divided by concentration of the reactants raised to their number of moles. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് പറഞ്ഞുതരാണ്. ഫോർ ദ റിയാക്ഷൻ H2 + I2 ഗിവിങ് 2HI. ഹൈഡ്രജനും അയഡനും കൂടിയിട്ട് നമുക്ക് HI തരാണ്. ഹൈഡ്രജൻ അയഡൈഡ്. അപ്പോൾ അത് തരുമ്പോൾ എങ്ങനെയാണ്? ഹൈഡ്രജനും അയഡനും 1 മോൾ വീതമാണ്. HI 2 മോൾസാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം ലോ പ്രകാരം കെ സി എങ്ങനെ എഴുതാം? കെ സി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു 2 റേസ് ടു ദാറ്റ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. അതുപോലെ തന്നെ ഫോർ ദ റിയാക്ഷൻ N2 + 3H2 ഗിവിങ് 2NH3. Kc is equal to concentration of NH3 raised to 2. കാരണം എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ പറയുന്നത് 2 ആണ്, നൈട്രജൻ്റെ 1 ആണ്, ഹൈഡ്രജൻ്റെ 3 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് NH3 raised to 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 raised to 3. അതാണ് കെ സി എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ തെറ്റിക്കരുത്. നിങ്ങൾ വേറെ കുറേ എക്സാമ്പിൾസ് നമ്മുടെ ഗൂഗിളിലായാലും അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ റിവേഴ്സ് റിയാക്ഷൻ ഇസ് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ. അതായത് ഇപ്പം നമ്മൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തതെന്ന് വിചാരിക്കാം. പറയുന്നുണ്ട്, നമ്മളിവിടെ എക്സാമ്പിൾ തരുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും റിവേഴ്സ് ആവും. ഓക്കെ. അതായത് അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ റിയാക്ഷൻ H2 + I2 ഗിവിങ് 2HI is Kc അല്ലേ. ഇവിടെ നമ്മൾക്ക് H2ഉം I2ഉം തന്നിട്ട് 2HI തന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാൻ Kc കാണാൻ പറഞ്ഞാൽ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ റിവേഴ്സ് റിയാക്ഷൻ എടുക്കണമെന്ന് വിചാരിക്കുക. അതായത് 2HI ഗിവിങ് H2 + I2 എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/Kc ആവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അത് 1/Kc ആയി മാറും. ഓക്കെ. അപ്പോൾ റിയാക്റ്റൻ്റ് ബൈ പ്രോഡക്റ്റ് തന്നെ എഴുതണം വെൻ ഇറ്റ് ഇസ് ആസ്ക്ഡ് ഫോർ Kc. 1/Kc ആണെങ്കിൽ റിവേഴ്സ്ഡ് ആവും. അപ്പോൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യണതനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും റിവേഴ്സ് ആവണം എന്നുള്ള ഒരു ഐഡിയ ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ഗേഷ്യസ് റിയാക്ഷൻസ്. ഗേഷ്യസ് ആയിട്ടുള്ള ഗ്യാസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വരിക? അടുത്തടുത്ത് നമ്മളൊരു ഗേഷ്യസ് റിയാക്ഷനാണ്. ഫോർ റിയാക്ഷൻ ഇൻവോൾവിങ് ഗ്യാസസ് ദ കോൺസെൻട്രേഷൻ ടേംസ് ആർ റീപ്ലേസ്ഡ് ബൈ പാർഷ്യൽ പ്രഷർ. അപ്പോൾ ഗ്യാസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ടേമിനെ നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടാണ് ഇത്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടല്ല, പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞിട്ട് ഇത്. ഫോർ എക്സാമ്പിൾ H2 + I2 ഗിവിങ് 2HI. റിവേഴ്സിബിൾ റിയാക്ഷനാണ്, പക്ഷേ ഇതെല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെങ്ങനെ നമ്മൾ ഈ കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷർ ടേംസിൽ എഴുതുക? അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ പറയുന്നതാണ് Kp. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷറിൻ്റെ സ്റ്റേറ്റിൽ ടേംസിൽ ഇരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അതാണ് Kp. അപ്പോൾ ആ Kp ഈസ് ഈക്വൽ ടു P²HI ബൈ PH2 ഇൻറ്റു PI2. അതായത്
ഇതേപോലെ തന്നെ സെയിം കൺസെപ്റ്റ് തന്നെ കെ പി ചോദിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പാർഷ്യൽ പ്രഷർ റേസ് ടു ദാറ്റ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റൻസ് റേസ് ടു ദ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2 ആണ് എച്ച് ഐക്ക് അല്ലേ. അപ്പോൾ പി സ്ക്വയർ എച്ച് ഐ ഡിവൈഡഡ് ബൈ ഹൈഡ്രജനും അയഡിനും ഓരോ മോൾസ് വീതമാണ്. അപ്പോൾ PH2 × PI2 where Kp is the equilibrium constant in terms of partial pressure. PH1, PH2 and PI2 are the partial pressures of HI, H2, I2 respectively. അപ്പോൾ HIൻ്റെ പാർഷ്യൽ പ്രഷറാണ് PHI, H2ൻ്റെ പാർഷ്യൽ പ്രഷറാണ് PH2, I2ൻ്റെ പാർഷ്യൽ പ്രഷറാണ് PI2. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഗേഷ്യസ് റിയാക്ഷൻസ് ആണെങ്കിൽ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വരുന്ന രീതി. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ Kc ആൻഡ് Kp. Kcയും Kpയും തമ്മിലുള്ള റിലേഷൻ. Kc എന്തായിരുന്നു? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. Kp എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, ദാറ്റ് ഈസ് ഫോർ ഗ്യാസസ്. അത് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ജനറൽ റിയാക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കാം. A + B ഗിവിങ് C + DD. ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ എടുത്തു. So the equilibrium constant in terms of concentration for this reaction is concentration ടേംസിലുള്ള equilibrium constant K എഴുതാണെങ്കിൽ Kc will be equal to concentration of C raised to C. പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് C ഉണ്ട് D ഉണ്ട്, അവരുടെ നമ്പർ ഓഫ് മോൾസ് C and D ആണ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് C raised to C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D raised to D ഡിവൈഡഡ് ബൈ നമുക്ക് റിയാക്ടൻ സൈഡിൽ എയും ബി ആണുള്ളത്, അവരുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബി ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A raised to A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to B. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഏതാണ്? Kp. പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? PC raised to C ഇൻറ്റു PD raised to D ഡിവൈഡഡ് ബൈ PA raised to A ഇൻറ്റു PB raised to B എന്നാവും. C അതിൻ്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ കോൺസെൻട്രേഷൻ്റെ ടേമിലല്ല എഴുതണം. ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം P എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, C താഴെ എഴുതുക, Pൻ്റെ താഴെയായിട്ട് C എഴുതുക. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയാണ് പോലെ ഒരുമിച്ച് PA എന്ന് പറഞ്ഞാൽ എഴുതരുത്, ഒരേ ലൈനിൽ എഴുതരുത്, Pൻ്റെ താഴെ വേണം ഈ ലെറ്റേഴ്സ് എഴുതാൻ. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് C അതിൻ്റെ റേസ് ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു C raised to C ഇൻറ്റു PD raised to D ഡിവൈഡഡ് ബൈ PA raised to A ഇൻറ്റു PB raised to B. സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു രീതിയിലേക്ക് പോവുകയാണ്. അവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിന്ന് നമുക്കറിയാം PV = nRT ആണെന്നറിയാം അല്ലേ. അപ്പോൾ Vനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ P = nRT / V എന്ന് കിട്ടും. ഇത് ഹോൾ ഡിവൈഡഡ് ബൈ V ആട്ടോ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് N/V എന്ന് പറഞ്ഞാൽ C ആണ്. C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനാണ്. N/V എന്ന് പറഞ്ഞാൽ C ആണ്. C is concentration. ഓക്കെ, അപ്പോൾ N/V എന്ന് പറഞ്ഞാൽ C ആയിട്ട് നമുക്ക് മാറ്റി എഴുതിക്കൂടെ? അപ്പോൾ എന്ത് സംഭവിക്കും? P = CRT എന്നാവില്ലേ? അതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ടേംസിനും കൊടുക്കാം. നമുക്ക് ഇവിടെയുള്ള റിയാക്ടൻസും പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C, ക്യാപിറ്റൽ D ആണ്. അപ്പോൾ ഓരോന്നിനും നമുക്കങ്ങനെ മാറ്റിക്കൂടെ? അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെ എഴുതി? PA = CART. കാരണം ആറും ടിയും ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഇക്വിലിബ്രിയം ആ ലോ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, T കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യണത്. R ഒബ്വിയസ്ലി ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ കോൺസെൻട്രേഷനാണ് മാറുന്നത്, പിന്നെ പാർഷ്യൽ പ്രഷറും. അപ്പോൾ മാറുന്നവർക്കാണ് നമ്മൾ ആ വേരിയബിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ PA = CART, B ആണെങ്കിൽ PB = CBRT, C ആണെങ്കിൽ PC = CCRT, D ആണെങ്കിൽ PD = CDRT. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി വെച്ചു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 2 വി ഗെറ്റ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2-ൽ ഈ വാല്യൂസ് എല്ലാം കൊണ്ടിടുകയാണ്. ഏത് വാല്യൂസ്? PAൻ്റെ, PBൻ്റെ, PCൻ്റെ, PDൻ്റെ ഒക്കെ വാല്യൂസ് കൊണ്ടിടുകയാണ്. ഏതാണ് ഇക്വേഷൻ 2? ഇക്വേഷൻ 2 ഇതാണ്. Kp = PC raised to C ഇൻറ്റു PD raised to D ഡിവൈഡഡ് ബൈ PA raised to A ഇൻറ്റു PB raised to B. അതിൽ കൊണ്ടിടുമ്പോൾ നമുക്ക് PCയും PDയും PAയും PB ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Kp will be equal to CCRT raised to C. കാരണം എന്താ? PC raised to C എന്നാണ്. നമുക്കറിയാം PC എന്ന് പറയുന്നത് CCRT എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിച്ചു. raised to C. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നമ്പർ ഓഫ് മോൾസിനെ വെച്ചിട്ട് raised to ചെയ്തു. ഇനി Kp = നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതിൽ എന്താണ് കോമൺ ആയിട്ട് നിൽക്കുന്നത്? RT കോമൺ ആണല്ലേ. ഈ ഒരു ടേമിലായാലും ഇതിലായാലും താഴത്തെ ടേംസിലായാലും RT കോമൺ ആണ്. അപ്പോൾ RT നമുക്ക് പുറത്തേക്ക് എടുക്കാം.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർ ടി പുറത്തേക്ക് എടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ സി എന്ന് പറയുന്നത് റേസ് ടു സി എന്ന് പറയുന്നത് എല്ലാ ടേംസിലും ഉള്ളതാണ്, ഈ ഒരു ബ്രാക്കറ്റിൽ എല്ലാ ടേംസിലും ഉള്ളതാണ്. അതുപോലെ ഡി എന്ന് പറയുന്നത് എല്ലാ ടേംസിലും ഉള്ളതാണ്, എയും ബിയും അതുപോലെയാണ്. അപ്പോൾ നമ്മൾ ആർ ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ സീനെയും റേസ് ടു സീനെയും കൂടിയും ഒപ്പം കൊണ്ടുപോകണം. പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം, ഇത് ഒരുമിച്ച് എഴുതിയതാണ് കേട്ടോ, നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്കറിയാം, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താ, എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ. അപ്പോൾ ഇവിടെ ആർ ടി നമ്മൾ ആർ ടി റേസ് ടു സിയും ആർ ടി റേസ് ടു ഡിയും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു റഫ് നോട്ടിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ സൈഡിൽ തന്നെ എഴുതാം, സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഇൻറ്റു ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി എന്നാണ് കിട്ടുക നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും വരും കേട്ടോ, സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്ന് കിട്ടില്ലേ. അപ്പോൾ ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡിനെ നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമിലല്ലേ കാണാൻ പറ്റുന്നത്. അപ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതി കൂടെ, ദാറ്റ് ഇസ് ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതി കൂടെ. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും പറ്റില്ലേ, ആർ ടി റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്നാണ് വരിക. അപ്പോൾ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതി കൂടെ, അതുപോലെയാണ്, അതാണ് ഇവിടെ എഴുതിയാണ്. ഓക്കെ, കെ പി ഈക്വൽ ടു സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സി പ്ലസ് ഡി ബൈ ആർ ടി ഇൻറ്റു എ പ്ലസ് ബി ഇതെന്ന് പറയുന്നത് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഫോം അല്ലേ, ദാറ്റ് ഇസ് എ റേസ് ടു എം മൈനസ് എൻ. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്, കെ പി ഈക്വൽ സി സി റേസ് ടു സി സി ഡി റേസ് ടു ഡി ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഈ ബ്രാക്കറ്റ്സ് ഒന്നും ഇടാം മറക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറഞ്ഞത്, ഈ ഒരു ടേം ഇതെന്താണ്, കെ സി അല്ലേ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ. നോക്കിക്കോളൂ, സി 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 റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി അല്ലേ. അതല്ലേ ശരിക്കും പറഞ്ഞാൽ സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി എന്ന് പറഞ്ഞാൽ കെ സി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തൂടെ, ഈ ഒരു ടേമിനെ നമുക്ക് കെ സി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, ആർ ടി റേസ് ടു ഈ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബീനെ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ എൻ ആയിട്ട് പറയാം. അതെന്തുകൊണ്ട് ഡെൽറ്റ എൻ ആയിട്ട് പറയണമെന്ന് വെച്ചാൽ ഈ സിയും ഡിയും എന്താണ്, പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. എയും ബിയും എന്താണ്, റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും നമ്മൾ ചെയ്ത എൻ ടു മൈനസ് എൻ പി മൈനസ് എൻ ആർ ആണ്, അതായത് പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി വന്നപ്പോൾ ഡെൽറ്റ എൻ കൊണ്ട് റീപ്ലേസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ് നമ്മുടെ ഇക്വേഷൻ. വേർ കെ സി ഈക്വൽ ടു സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് ഓൾറെഡി ഇവിടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ടേമാണ് സി ആയിട്ടുള്ളത് അല്ലേ. നമ്മൾ പറഞ്ഞു എൻ ബൈ വിനെ നമ്മൾ സി ആയി മാറ്റി, ആ സി എന്താ, കോൺസെൻട്രേഷനാണ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിന് പകരമാണ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ വന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാത്തത്. ഓക്കെ, അങ്ങനെ ഒരു ഡൗട്ട് ചിലർക്ക് വരാം, അപ്പോൾ അതുകൊണ്ട് ക്ലാരിഫൈ ചെയ്തു തന്നതാണ്. അപ്പോൾ അതാണ് കെ സി. എന്താണ് കെ സി എന്ന് ഓർക്കുക, എന്താണ് കെ പി എന്ന് ഓർക്കുക, അവർ തമ്മിലുള്ള റിലേഷനാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. സോ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് സ്പീഷീസ്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ്. അതായത് നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഗേഷ്യസ് ആയതിൻ്റെ മാത്രം നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മളിവിടെ ഡെൽറ്റ എന്നിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ കേസുകൾ നോക്കാം. ഇഫ് എൻ ഡെൽറ്റ എൻ ഈക്വൽ ടു 0, ഈ ഒരു ടേം ഡെൽറ്റ എൻ എന്ന് പറഞ്ഞൊരു ടേം പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ആർ ടി റേസ് ടു 0 ഏതെങ്കിലും ഒരു നമ്പർ എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ 1 അല്ലേ. അപ്പോൾ ഈ ഒരു ടേം 1 ആയിപ്പോയി, ബാക്കി എന്താ ഉണ്ടാവുക, കെ പി ഈക്വൽ ടു കെ സി എന്നാവില്ലേ. അപ്പോൾ ഡെൽറ്റ എൻ 0 ആയി കഴിഞ്ഞാൽ കെ പി വിൽ ബി ഈക്വൽ ടു കെ സി. ഇനി ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് വിചാരിക്കുക, ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ആർ ടി എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അപ്പോൾ കെ പി എന്തുണ്ടാവും, കെ സിനെക്കാട്ടും വലുതാവും അല്ലേ. ഇനി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്,
അപ്പോൾ എന്താണ്, ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു വാല്യൂ നെഗറ്റീവ് ആവും. അപ്പോൾ KP KCനെക്കാട്ടും നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ടിൽ ദെൻ താങ്ക് യു.